Good morning, dear students. Welcome to the today's class. Today let us continue the lesson Boss by Edward Verral Lucas. Of all bows, the most repellent specimen is one who comes close up, the buttonholing boar. This is a kind described by a friend of mine with a vivid sense of a phrase, the man who spreads birdlime all over you. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോറന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ആരൊക്കെ ബോറന്മാരാകില്ല, ആരൊക്കെയാണ് ബോറന്മാരാകുന്നത് അല്ലേ? കൗശലക്കാർ ഒരിക്കലും ബോറന്മാരാകില്ല. അതുപോലെ തന്നെ ജോലിയിൽ വ്യാപൃതരായ ആളുകളും ബോറന്മാരാകില്ല. ഇനി ബോറന്മാരിൽ ഏറ്റവും മോശം ആരാണ് എന്നാണ് പറയുന്നത്. ഓഫ് ഓൾ ദ ബോസ് ദ മോസ്റ്റ് റെപ്പലൻ്റ് സ്പെസിമൻ, ഏറ്റവും അരുചികരമായ തരം അല്ലെങ്കിൽ അരുചി തോന്നുന്ന ഒരു ഇനം എന്ന് പറഞ്ഞാൽ വൺ ഹൂ കം ക്ലോസ് അപ്പ് അല്ലേ, നമ്മുടെ വളരെ അടുത്ത് വരുന്ന ആളാണ് ദ ബട്ടൺ ഹോളിംഗ് ബോർ. അയാൾ പറയുന്നത് എന്താണ്? ബട്ടൺ ഹോളിംഗ് ബോർ എന്നാണ്. ദിസ് ഈസ് കൈൻഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ഫ്രണ്ട് ഓഫ് മൈൻ വിത്ത് വിവിഡ് സെൻസ് ഓഫ് എ ഫ്രേസ് ദ മാൻ ഹൂ സ്പേർട്സ് ബേർഡ് ലൈം ഓൾ ഓവർ യു. എൻ്റെ ഒരു സുഹൃത്ത് പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ അടുത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ മേലേക്ക് തുപ്പൽ തെറിപ്പിക്കുന്ന ആളാണ് ബട്ടൺ ഹോളിംഗ് ബോർ. അപ്പോൾ ഓഫ് ഓൾ ബോസ് ദ വേഴ്സ്റ്റ് ഈസ് ദ വൺ ഹൂ കംസ് വെരി ക്ലോസ് ടു യു ആൻഡ് ഹീ വിൽ ബി സ്പ്രെഡിങ് ഹിസ് സലൈവ ഓൺ യു അല്ലേ, നിങ്ങളുടെ മേലിൽ ഉമിനീര് തെറിപ്പിക്കുന്നവനാണ്. A bore who keeps a reasonable way off can be dealt with, but when you lean on you, you are done. It is the worst when they fix your eyes only a foot away and tell you a funny story that isn't funny. അതുപോലെ തന്നെ അല്പം ദൂരെ നിന്ന് സംസാരിക്കുന്ന ബോറന്മാരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും അല്ലേ? എ ബോർ ഹൂ കീപ്സ് എ റീസണബിൾ വേ ഓഫ് ക്യാൻ ബി ഡെൽറ്റ് വിത്ത്. കുറച്ച് ദൂരെ നിൽക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യാം. എന്നാൽ നിങ്ങളെ മുട്ടി നിൽക്കുന്നവരെ, ബട്ട് വെൻ ദേ ലീൻ ഓൺ യു, നിങ്ങൾ മുട്ടി നിൽക്കുകയാണെങ്കിൽ യു ആർ ഡൺ അല്ലേ, നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പ്രയാസം തന്നെ ആയിരിക്കും. ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് വെൻ ദേ ഫിക്സ് യുവർ ഐസ്. ഏറ്റവും പ്രയാസം തോന്നുന്നത് അയാളൊരു രസമുള്ള കഥ എന്ന് പറഞ്ഞ് ഒട്ടും തന്നെ രസമില്ലാത്ത കഥ നമ്മോട് പറയുമ്പോഴാണ് അല്ലേ. ഓൺലി എ ഫൂട്ട് അവേ അല്ലേ, കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. ആൻഡ് ടെൽ യു എ ഫണ്ണി സ്റ്റോറി അല്ലേ, നിങ്ങളോടൊരു രസകരമായ കഥ അവൻ പറയും. ബട്ട് ഈസ് ഇൻ ഫണ്ണി, അതെന്തായിരിക്കില്ല, ഒരു രസവും ഉണ്ടാവുകയില്ല. നത്തിങ് ഈസ് സോ ഹ്യൂമിലിയേറ്റിംഗ് ആസ് ടു ഹാവ് കൗണ്ടർ ഫിറ്റ് ലാഫ്റ്റർ അറ്റ് ബിഡിങ് ഓഫ് എ ബോർ. അതുപോലെ തന്നെ നത്തിങ് ഈസ് സോ ഹ്യൂമിലിയേറ്റിംഗ്, ഒന്നും തന്നെയില്ല, മോശമായ ഒന്നും തന്നെയില്ല ഏതിനേക്കാൾ ആസ് ടു ഹാവ് കൗണ്ടർ ഫിറ്റ് ലാഫ്റ്റർ ആസ് ബിഡിങ് ഓഫ് എ ബോർ അല്ലേ. നമ്മൾ കൗണ്ടർ ഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുമ്പോൾ, ചിരി വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ ചിരി അഭിനയിക്കുമ്പോൾ വളരെ ലജ്ജാവഹമായ ഒരു കാര്യമാണ്. ബട്ട് വി ഡു ഇറ്റ് അല്ലേ, നമ്മളത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചിരിക്കേണ്ടി വരും. ദ ഇൻക്യൂറബിൾ വീക്ക്നെസ് ആൻഡ് ബിനൈനസി ഓഫ് ഹ്യൂമൻ നേച്ചർ വൺസ് അഗെയിൻ. വീണ്ടും നമ്മൾ പറയുകയാണ് ദ ഇൻക്യൂറബിൾ അല്ലേ, മാറ്റാനാവാത്ത അല്ലെ, അൺചേഞ്ചബിൾ വീക്ക്നെസ് ആൻഡ് ബിനൈനസി ഓഫ് ഹ്യൂമൻ നേച്ചർ വൺസ് അഗെയിൻ അല്ലേ, നമ്മുടെ മനുഷ്യൻ്റെ നന്മയുള്ള പ്രകൃതി അല്ലേ, പ്രകൃതി കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വരികയാണ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ബോറന്മാരുണ്ടാകുന്നത്. ഈ വേണ്ടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ചിരി അഭിനയിക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത നമ്മുടെ സ്വഭാവമായ നന്മ കൊണ്ടാണ് എന്നാണ് ഓഥർ പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത് ബോറന്മാരിൽ ഏറ്റവും മോശം നിങ്ങളുടെ മുഖത്തോട് അടുത്ത് വന്ന് വർത്തമാനം പറയുന്നവരാണ്. അതുപോലെ തന്നെ തുപ്പൽ തെറിപ്പിച്ച് വർത്തമാനം പറയുന്ന ആളുകളാണ് ഏറ്റവും ബോറന്മാർ. അതേപോലെ തന്നെ ദൂരെ നിന്ന് സംസാരിക്കുന്ന ബോറന്മാരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആരെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല? വളരെ അടുത്ത് നിന്ന് നമ്മളോട് സംസാരിക്കുന്നവരെ മാനേജ് ചെയ്യാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രയാസം തോന്നുന്ന ഒരു കാര്യമാണ് രസമുള്ള കഥ എന്ന് പറഞ്ഞ് നമ്മളോട് രസമില്ലാത്ത ഒരു കഥ പറയും. അപ്പോൾ നമ്മൾ ഒരു ചിരി അഭിനയിക്കേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഈ നന്മയുള്ള മനസ്സുകൊണ്ടാണ്. Then there is a bore who begin a funny story and although you tell him to have heard it, doesn't stop.
What should be done with him? Another of the worst type of a bore is the man who says, "Where should be without our sense of humor." He is even capable of saying, "Nothing but my unfailing sense of humor saved me." There is also the man who says, "Live and let live," as poor dear father used to say. ഇനി അടുത്ത പറയുന്നത് then there is a bore who start telling you a funny story. അല്ലേ, ഇനി അടുത്ത ഒരു ബോറൻ വരുന്നത് എങ്ങനെയാണ്? രസമുള്ള കഥയാണെന്നും പറഞ്ഞ് കഥ പറയാൻ തുടങ്ങും. അല്ലേ, അപ്പോൾ നിങ്ങൾ പറയും ഇത് നമ്മൾ കേട്ട കഥയാണെന്ന് പറയും. എന്നാലും അവൻ നിർത്തുകയില്ല. ഹി ഡസൻറ്റ് സ്റ്റോപ്പ്. അയാൾ കഥ തുടർന്നു കൊണ്ടേയിരിക്കും. വാട്ട് ഷുഡ് ബി ഡൺ വിത്ത് ഹിം? അവനെയൊക്കെ എന്താണ് ചെയ്യുക? അല്ലേ, അങ്ങനെയുള്ളവനൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി മറ്റൊരു ഞാൻ പറയാണ്, അനദർ ഓഫ് വേസ്റ്റ് ടൈപ്പ് ഓഫ് എ ബോർ ഈസ് എ മാൻ ഹൂ സെയ്സ്. അല്ലേ, ഇനി മറ്റൊരു ബോറൻ എന്താണ് പറയുന്നത്? അവൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കുറിച്ചാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലേ, ഒരു കഥയൊന്നുമല്ല പറയുന്നത്, അവൻ്റെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കുറിച്ച്, അവൻ്റെ രസകരമായ അവന് അവതരിപ്പിക്കാനുള്ള അവൻ്റെ കഴിവിനെ കുറിച്ചാണ് നമ്മോട് പറയുന്നത്. ഇതും നമുക്കൊരു ബോറാണ്. അല്ലേ, വേർ ഷുഡ് ബി വിത്തൗട്ട് അവർ സെൻസ് ഓഫ് ഹ്യൂമർ ഹീസ് ഈവൻ കേപ്പബിൾ ഓഫ് സെയിങ് നത്തിങ് ബട്ട് മൈ അൺഫെയിലിംഗ് സെൻസ് ഓഫ് ഹ്യൂമർ സേവ്ഡ് മീ. അല്ലേ, അവൻ പറയുന്നത് എന്താണ്? അവൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറാണ് അവനെ ഒരിക്കൽ ജീവിതത്തിൽ തന്നെ അവനെ രക്ഷിച്ചത്. അവൻ്റെ ഈ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളത് കൊണ്ടാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്തു പോരുന്നത്. അതില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ദർ ഈസ് ആൾസോ ദ മാൻ ഹൂ സെയ്സ്. അല്ലേ, അതേപോലെ തന്നെ മറ്റൊരു ബോറൻ പറയും, നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന് മറ്റൊരു ബോറൻ പറയും. ശരിക്കും ഇവർ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ആ ബോറടിപ്പിക്കലൂടെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നമ്മളെ ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല. എന്നാലും അവർ പറയും, നമ്മൾ നന്നായി ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ്? ആസ് മൈ പുവർ ഡിയർ ഫാദർ യൂസ്ഡ് ടു സേ. എൻ്റെ അച്ഛൻ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമായിരുന്നു അത്. അല്ലേ, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അല്ലേ, എൻ്റെ പിതാവ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് ഓദർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലൂടെ 2-3 തരം ബോറന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അയാളൊരു കഥ പറഞ്ഞു തുടങ്ങും, നല്ല രസമുള്ള കഥയാണെന്നും പറഞ്ഞു തുടങ്ങും. നമ്മളത് കേട്ട കഥയായിരിക്കും, അപ്പോൾ നമ്മളത് കേട്ടു എന്ന് പറഞ്ഞാലും അവൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു തരമാണ് പറയുകയാണെങ്കിൽ, എൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് അയാളുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കുറിച്ച് പറഞ്ഞ് നമ്മെ ബോറടിപ്പിക്കുന്ന മറ്റൊരാൾ. ദെൻ മൂന്നാമത്തെ ആൾ പറയുന്നത് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഒരാൾ. അല്ലേ, ഓദറിൻ്റെ അച്ഛൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. There was once an eccentric peer, I forgot both his name and place where I read about him, who had contracted all unconsciously the habit of thinking loud. And in this world of artifice, where society is cemented and sustained very largely by a compromise between what we think and what we say, his thoughts were very often a variance with his words. ഇവിടെ ഞാൻ പറയുന്നത്, അവിടെ ഒരു എസെൻട്രിക് പിയർ ഉണ്ടായിരുന്നു. അല്ലേ, ഒരിക്കലൊരു സ്ഥലത്ത് വിചിത്രമായ, അല്ലേ, അയാളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പിയർ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരൻ. അല്ലേ, ഒരു വിചിത്രമായ. ഐ ഫോർഗോട്ട് ബോത്ത് ഹിസ് നെയിം ആൻഡ് പ്ലേസ്. അല്ലേ, അവൻ്റെ സ്ഥലവും പേരൊക്കെ ഞാൻ എന്ത് ചെയ്തു, മറന്നുപോയി. അയാളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലേ, അയാൾ എന്താ ചെയ്യുന്നത്? ഹു ഹാഡ് കോൺട്രാക്റ്റഡ് ഓൾ അൺകോൺഷ്യസ്ലി ദ ഹാബിറ്റ് ഓഫ് തിങ്കിങ് എലൗഡ്. അയാൾക്ക് ഉറക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അല്ലേ, ഇൻ ദിസ് വേൾഡ് ഓഫ് ആർട്ടിഫൈസ്. അല്ലേ, ഈ ഒരു കൃത്രിമമായ ലോകത്ത്, വെർ സൊസൈറ്റി ഈസ് സിമെൻറ്റഡ് ആൻഡ് സസ്റ്റെയിൻഡ്. സമൂഹം എന്തിനാൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ്? വെരി ലാർജ്ലി എ കോംപ്രമൈസ് ബിറ്റ്വീൻ വാട്ട് വി തിങ്ക് ആൻഡ് വാട്ട് വി സേ. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കും, പറയുന്നത് വേറെ ഒന്നായിരിക്കും. അല്ലേ, പലപ്പോഴും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിസ് തോട്ട്സ് വെർ വെരി ഓഫൺ അറ്റ് എ വേരിയൻസ് വിത്ത് ഹിസ് വേർഡ്സ്. അല്ലേ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതൊന്ന് പറയുന്നതൊന്നായിരിക്കും. ഇവിടെ ഇദ്ദേഹം എപ്പോഴും എന്തായിരിക്കും? ചിന്ത വാക്കുകളിൽ നിന്നും പലപ്പോഴും വ്യത്യസ്തമായിരുന്നു. ഈ ഒരു മനുഷ്യൻ്റെ ചിന്ത പലപ്പോഴും വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അങ്ങനെ one of the stories in the memoirs in which I found him describes how I met an acquaintance with St. James Street
And after muttering quite audibly to himself for a few minutes as they walked side by side, confound it, what a nuisance meeting this fellow. I have always disliked him, but now that we have I met, I suppose I must ask him to dinner. He stopped and said with every appearance of cordiality, you will dine with us this evening, won't you? Well, a sheet of armor plate against the boss. ഇവിടെ പറയുന്നത് ഇയാളൊരു മനുഷ്യൻ്റെ അടുത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രഭു ഇങ്ങനെ ചിന്തിക്കുകയാണ്. പ്രഭു എന്ന് പറഞ്ഞാൽ ഈ ഒരു പിയർ, ഈ മനുഷ്യൻ വലിയൊരു ശല്യമാണ്, ഞാൻ ഒരിക്കലും അയാളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പക്ഷേ അയാളെ നേരിൽ കണ്ടതുകൊണ്ട് അയാളെ ഡിന്നറിനെ വിളിച്ചേക്കാമെന്ന് അയാൾ ചിന്തിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് അല്ലേ, അൺലെസ് വി കാൺ ഡു ടു ട്രെയിൻ അവർ സെൽഫ് ഡൗണിങ് ഓഫൻസീവ് ദർ ഈസ് നോ റെമഡി അഗെയിൻസ്റ്റ് ബോർ എക്സെപ്റ്റ് ടോട്ടൽ ഇവേഷൻ. അല്ലേ, യു വിൽ ഡൈൻ വിത്ത് അസ്, അതാണ് യു വിൽ ഡൈൻ വിത്ത് അസ് ദിസ് ഈവനിങ് വോണ്ട് യു. പിന്നീട് അദ്ദേഹത്തെ വളരെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രഭുവിന് ഉറക്കെ ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അയാൾ ചിന്തിക്കുന്നതും പറയുന്നതും വളരെ വ്യത്യാസമുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഒരു സെൻറ്റ് ജെയിംസ് സ്ട്രീറ്റിൽ വെച്ച് തൻ്റെ ഒരു പരിചയക്കാരനെ കാണുകയും അവൻ്റെ അടുത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യന് വലിയ ശല്യമാണ്, ഇയാളെ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ നേരിൽ കണ്ടതുകൊണ്ട് അയാളെ ഡിന്നറിന് വിളിച്ചേക്കാമെന്ന് സ്നേഹം അഭിനയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ഇനി പറയുന്നത് അൺലെസ് വി ക്യാൻ ഡു ദിസ് ഓർ ട്രെയിൻ അവർ സെൽസ് ടു ബി ഡൗൺറൈറ്റ് ഒഫൻസീവ്. അല്ലെ, ഇതുപോലെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലേ, വളരെ ഫുള്ളായിട്ട് ഇങ്ങനെ കുറ്റകരമായ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ വിശ്വാസത്തിൽ പറയുകയാണെങ്കിൽ സത്യം ചിന്തിക്കുന്നതാണ് നല്ലത്. ദർ ഈസ് നോ റെമഡി അഗെയിൻസ്റ്റ് ബോർ. അതുപോലെ തന്നെ ബോറന്മാർക്ക് ഒരു പ്രതിവിധിയും ഇവിടെയില്ല. അവരെ ഒഴിവാക്കുക, എക്സെപ്റ്റ് ടോട്ടൽ ഇവാഷൻ, പൂർണ്ണമായി അവരെ ഒഴിവാക്കുക എന്നല്ലാത്ത ഒരു മാർഗവും ബോറന്മാരെ ഒഴിവാക്കാൻ നമുക്കിവിടെയില്ല. അല്ലേ, കാരണം നോ ബോസ് എവർ സേസ് ആഫ്റ്റർ നോ മാറ്റർ ഹൗ മെനി ഹിൻസ് ഐ വിൽ അവോയ്ഡ് ദാറ്റ് മെൻ ഇൻ ഫ്യൂച്ചർ, ഐ നോ ഐ ബോർ ഹിം. അല്ലേ, ഒരിക്കലും അവനൊരു ബോറനായതുകൊണ്ട് ആരെയും ഒഴിവാക്കുകയുമില്ല, ഒരു ബോറനും പറയുകയുമില്ല അവനൊരു ബോറനാണെന്ന്. അല്ലേ, അതുപോലെ തന്നെ അവനൊരു ബോറനായതുകൊണ്ട് ആരെയും അവൻ ഒഴിവാക്കുകയുമില്ല. അതുകൊണ്ടാണ് അല്ലേ നമ്മൾ പറയുന്നത്. ഈ അവസാനത്തെ ഒരു പാരഗ്രാഫിലൂടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ സത്യം ചിന്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ബോറന്മാർക്ക് ഇവിടെ ഒരു പ്രതിവിധിയുമില്ല, അവരെ ഒഴിവാക്കുക മാത്രമേ പ്രതിവിധിയുള്ളൂ. ഒരു ബോറനും തങ്ങളൊരു ബോറനാണെന്ന് പറയുകയില്ല. അതുപോലെ തന്നെ അവൻ ബോറനായതുകൊണ്ട് മറ്റുള്ളവർ ബോറടിപ്പിക്കുമ്പോൾ അവരെ ഒഴിവാക്കുകയുമില്ല, ആ ബോറടി കേട്ടുകൊണ്ടേയിരിക്കും. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അതുകൊണ്ട് അല്ലേ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ദേ വിൽ ആൾവേസ് ഫ്ലറിഷ്. ബോസ് വിൽ ആൾവേസ് ഫ്ലറിഷ്. അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബോസ്. അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം കൊണ്ടാണ് ബോറന്മാർ ഇവിടെ തഴച്ചു വളരുന്നത്. ബട്ട് ഇഫ് സർട്ടൈൻ ഫേമസ് വീക്കിലി ഹ്യൂമറസ് പേപ്പർ were to cease publication, there would be automatically be decrease in bore topics. അതുപോലെ തന്നെ ഒരു പ്രത്യേക തമാശ ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരണം നിർത്തിയാൽ, അല്ലേ, ഇതാണ് പഞ്ച് എന്നൊരു മാഗസിൻ, ഹ്യൂമറസ് മാഗസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇഫ് എ സർട്ടൈൻ ഫേമസ് വീക്കിലി ഹ്യൂമറസ് പേപ്പർ were to cease publication, ആ ഫേമസ് വീക്കിലി അല്ലേ ഹ്യൂമറസ് പബ്ലിക്കേഷനായ ആ ഒരു പബ്ലിക്കേഷൻ, അതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തുകയാണെങ്കിൽ, അല്ലേ, ഡിസ്റ്റേറ്റബിൾ ആൻഡ് ഇൻക്രെഡിബിൾ തോട്ട്, അല്ലേ, ഒരിക്കലും അത് നടക്കുകയില്ല, അല്ലേ, അത് നിർത്തുകയാണെങ്കിൽ ബോറടിപ്പിക്കുന്ന വിഷയങ്ങൾ കുറയാൻ അത് കാരണമാകും. ദർ വുഡ് ബി ഓട്ടോമാറ്റിക്കലി ബി ഡിക്രീസ്, സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. ഇൻ ബോർ ടോപ്പിക്സ് കുറഞ്ഞു വരും. ബിക്കോസ് ദേവൻ നോ വൺ കുഡ് എനി ലോങ്ങർ റിപ്പീറ്റ് ദോസ് സേയിങ് ഓഫ് ഹിസ് ചിൽഡ്രൻ വിച്ച് ആർ ഗുഡ് ഇനഫ് ഫോർ പഞ്ച്. കാരണം ഈ ആഴ്ച പതിപ്പ് നിർത്തിയാൽ, അല്ലേ, ആളുകൾ ഏത് തമാശയുണ്ടെങ്കിലും ബോറടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും എന്താ പറയുന്നത് മക്കളോട്? ഇത് പഞ്ചിലേക്ക് പറ്റിയ സംഗതിയാണ്, അല്ലേ, പഞ്ചിലേക്ക് പറ്റിയതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പറച്ചിൽ അതോടുകൂടെ നിന്നു പോകും. അപ്പോൾ പഞ്ച് മാഗസിൻ അതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തിയാൽ ആൾക്കാരുടെ ബോറടിപ്പിക്കുന്ന സംഗതികൾ കുറഞ്ഞു പോകുമെന്നാണ് ഓഥർ പറയുന്നത്.
അപ്പം മേലെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടെല്ലാം ബോറന്മാർ ഇവിടെ തഴച്ചു വളരും. അതേപോലെ തന്നെ പഞ്ച് മാഗസിൻ നിർത്തിയാൽ ഏറെക്കുറെ ബോറടിപ്പിക്കുന്ന വിഷയങ്ങൾ കുറയും. കാരണം ആളുകളുടെ പറച്ചിൽ നിൽക്കും അല്ലേ. ഏത് ബോറടിപ്പിക്കുന്ന സംഗതി ഉണ്ടെങ്കിലും നമ്മൾ തമാശ ഉണ്ടെങ്കിലും നമ്മൾ പഞ്ചിലേക്ക് പറ്റിയതാണെന്ന് പറയുന്ന ആ ഒരു പറച്ചിൽ അതോടുകൂടി നിന്നു പോകുമെന്നാണ് ഓഥർ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ആർ ബോസ് ആസ് റൂൾ ആൾവേസ് ബോസ്? എന്തുകൊണ്ടാണ് ബോറന്മാർ എപ്പോഴും ബോറന്മാരായി കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ബോറന്മാർ എപ്പോഴും ബോറന്മാരാകുന്നത്? എന്താണ്? ബിക്കോസ് ഓഫ് ദെയർ ഈഗോട്ടിസം. അതാണ് ഇതിൻ്റെ ആൻസർ. ബിക്കോസ് ഓഫ് ദെയർ ഈഗോട്ടിസം. അവരുടെ ആത്മപ്രശംസ കൊണ്ടാണ് അവർ ബോറന്മാരായിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ഇ വി ലൂക്കാസ് ഇസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബോസ്? ഇ വി ലൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം ബോറന്മാരുടെ അടിസ്ഥാന ശില എന്താണ്? ഈഗോട്ടിസം ഇസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബോസ്. ബോറിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ബോസ് മാനേജ് ടു ഗെറ്റ് ആൻ ഓഡിയൻസ്? എന്തുകൊണ്ടാണ് ബോറന്മാർക്ക് ശ്രോതാക്കളെ കിട്ടുന്നത്? ഇതൊക്കെ നമ്മൾ ഓരോ പാരഗ്രാഫിലും നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. ഹൗ ഡു ബോസ് മാനേജ് ടു ഗെറ്റ് ആൻ ഓഡിയൻസ്? എന്തുകൊണ്ടാണ് ബോറന്മാർക്ക് ശ്രോതാക്കളെ കിട്ടുന്നത്, അല്ലെങ്കിൽ ലിസണേഴ്സിനെ കിട്ടുന്നത്, ഓഡിയൻസിനെ കിട്ടുന്നത് അല്ലേ? ബിക്കോസ് ഓഫ് ദ ഇൻഎറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ്റെ ദയയുള്ള പ്രകൃതി കൊണ്ടാണ് മനുഷ്യന് അല്ലെങ്കിൽ ബോറന്മാർക്ക് എന്ത് ലഭിക്കുന്നത്? ഓഡിയൻസിന് ലഭിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ച്. അല്ലേ, ഇതൊക്കെ 1 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പഞ്ച് ഈസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ മതി. പഞ്ച് ഈസ് എ ഡാഷ് മാഗസിൻ. പഞ്ച് ഈസ് എ ഹ്യൂമറസ് മാഗസിൻ. ഒരു ഹ്യൂമറസ് മാഗസിനാണ് പഞ്ച്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബെസ്റ്റ് ആർമർ പ്ലേറ്റ് എഗെയിൻസ്റ്റ് ബോർ? അല്ലേ, ബോറന്മാർക്കെതിരായുള്ള ഏറ്റവും നല്ല രക്ഷാകവചം എന്താണ്? എന്താണ്? ടോട്ടൽ ഇവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവോയ്ഡ് ദം, അവരെ പൂർണ്ണമായി ഒഴിവാക്കുക. പൂർണ്ണമായി അവരെ ഒഴിവാക്കുക എന്നതാണ് ബോറന്മാർക്ക് എതിരെയുള്ള രക്ഷാകവചം. ഈ സെക്ഷൻ 2-ലെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ സെൻറ്റൻസ് ഓർ 2 ഈച്ച് അല്ലേ. ഇതും കൂടി നോക്കാം. വൈ ഡസ് ലൂക്കാസ് സേസ് ദാറ്റ് എവരിബഡി ഈസ് എ ബോർ അറ്റ് സം ടൈം? എന്തുകൊണ്ടാണ് ലൂക്കാസ് പറയുന്നത് എല്ലാവരും തന്നെ ചിലപ്പോൾ ബോറന്മാരാണ് എന്ന് ലൂക്കാസ് പറയാനുള്ള കാരണം എന്താണ്? ലൂക്കാസ് സേസ് ദാറ്റ് എവരിബഡി ഈസ് എ ബോർ അറ്റ് സം ടൈം ബിക്കോസ് നൗ ആൻഡ് ദെൻ എവരിബഡി ഹാസ് എ ഫിക്സ്ഡ് ഐഡിയ ടു ഇമ്പാർട്ട്. ദ ഫിക്സ്ഡ് ഐഡിയാസ് ഓഫ് ദ ഫ്യൂ ആർ ദ ബോർഡംസ് ഓഫ് ദ മെനി. അല്ലേ, ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്തുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈനിലായിട്ടാണ് ഇത് പറയുന്നത്. നൗ ആൻഡ് അഗെയിൻ എവരിബഡി ഹാസ് എ ഫിക്സ്ഡ് ഐഡിയ ടു ഇമ്പാർട്ട്. ദ ഫിക്സ്ഡ് ഐഡിയാസ് ഓഫ് ദ ഫ്യൂ ആർ ദ ബോർഡംസ് ഓഫ് ദ മെനി. എല്ലാവർക്കും തന്നെ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുണ്ടായിരിക്കും. കുറച്ച് പേരുടെ ഇത്തരം ബോധ്യപ്പെടുത്തലുകളാണ് പലർക്കും ബോറടിയായി മാറുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ലൂക്കാസ് പിയർ ഡിസ്ക്രൈബ്ഡ് ആസ് എസെൻട്രിക്? ലൂക്കാസിൻ്റെ പ്രഭുവിനെ എന്തുകൊണ്ടാണ് കിറുക്കുള്ള ആൾ അല്ലെങ്കിൽ വിചിത്രമായ ഒരാളെന്ന് പറയാനുള്ള കാരണം എന്താണത്? ലൂക്കാസ് പിയർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എസെൻട്രിക് ബിക്കോസ് ഹി ഹാഡ് ദ ഹാബിറ്റ് ഓഫ് തിങ്കിങ് ലൗഡ്. അല്ല, ഇന്ന് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ട് മുന്നേ ഉള്ള പാരഗ്രാഫിലാണ് അതിൻ്റെ ആൻസർ. ഹിസ് തോട്ട്സ് വെർ ഓഫൺ അറ്റ് വേരിയൻസ് വിത്ത് ഹിസ് വേർഡ്സ്. അവൻ്റെ ചിന്ത പലപ്പോഴും വാക്കുകളും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉറക്കെ ചിന്തിക്കുന്ന സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് അയാളെ വിചിത്രക്കാരൻ അല്ലെങ്കിൽ കിറുക്കുള്ള ആളെന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ അക്കോർഡിംഗ് ടു ലൂക്കാസ് ആർ ബോസ് ഹാപ്പി? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ അക്കോർഡിംഗ് ടു ലൂക്കാസ് ആർ ബോസ് ഹാപ്പി? ലൂക്കാസിൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ബോറന്മാർ സന്തോഷവാന്മാരായിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ലൂക്കാസ്, ബോസ് ആർ ഹാപ്പി ബിക്കോസ് ദേ ഹാവ് സോ മച്ച് ടു ടെൽ ആൻഡ് ദേ ക്യാൻ ഫൈൻഡ് പീപ്പിൾ ടു ടെൽ ഇറ്റ് ടു.
അവർക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു ലൂക്കാസ്, ബോസ് ആർ ഹാപ്പി ബിക്കോസ് ദേ ഹാവ് സോ മച്ച് ടു ടെൽ. അല്ലേ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ആൻഡ് ദേ ക്യാൻ ഫൈൻഡ് പീപ്പിൾ ടു ടെൽ ഇറ്റ് ടു. അത് കേട്ടിരിക്കാൻ അവർക്ക് ആളെയും കിട്ടും. അതുകൊണ്ടാണ് അവർ സന്തോഷവാന്മാരായിരിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡു ബോർ ആൾവേസ് ഫൈൻഡ് ആൻ ഓഡിയൻസ്? എന്തുകൊണ്ടാണ് ബോറന്മാർക്ക് എപ്പോഴും ശ്രോതാക്കളെ കിട്ടുന്നത്? ബോസ് ആൾവേസ് ഫൈൻഡ് ആൻ ഓഡിയൻസ് ബിക്കോസ് ഓഫ് ദ, എന്തുകൊണ്ടാണ് ദ ഇൻഎറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ ഫസ്റ്റ് സെക്ഷനിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഹൗ ഡു ബോസ് മാനേജ് ടു ഗെറ്റ് ആൻ ഓഡിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടില്ലേ? എങ്ങനെയാണ് ബോറന്മാർക്ക് ശ്രോതാക്കളെ കിട്ടുന്നത്? അതന്നെയാണ് ഇവിടെയും. അല്ലേ, ദ ഇൻഎറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. പീപ്പിൾ കനോട്ട് ടെൽ ടു ബോസ് ഗോ അവേ ആസ് ദേ ബോർഡ് വിത്ത് ദം. ബോറടിപ്പിക്കുന്ന സംസാരം നിർത്തി അവിടെ നിന്ന് ആരോടും പോകാൻ പറയാൻ നമുക്ക് പറ്റില്ല. അത് നമ്മുടെ ദയുള്ള പ്രവൃത്തി കൊണ്ട് നമ്മളൊരിക്കലും പറയില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കോമ്പാക്റ്റ് മെയ്ഡ് ബൈ ലൂക്കാസ് ആൻഡ് അക്വൈൻറ്റൻസ് വിത്ത് ദ പേജ് ബോയ് ടു എസ്കേപ്പ് ഫ്രം ബോസ്? ലൂക്കാസിൻ്റെ പരിചയക്കാരൻ ക്ലബിലെ ജോലിക്കാരനുമായി എന്ത് എഗ്രിമെൻ്റാണ് നടത്തിയത്? അല്ലേ, നമ്മൾ പറഞ്ഞു ഒരു എഗ്രിമെൻ്റ് നടത്തിയിട്ടുണ്ട് ലൂക്കാസിൻ്റെ പരിചയക്കാരൻ. അല്ലേ, ക്ലബിലെ ജോലിക്കാരൻ ഒരു പേജ് ബോയിയോട് എന്താണ് ഒരു എഗ്രിമെൻ്റ് നടത്തിയത്? എന്തിനായിരുന്നു അത്? ടു എസ്കേപ്പ് ഫ്രം ബോസ്. അല്ലേ, ബോറടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലൂക്കാസ് അക്വൈൻറ്റൻസ് ഹാഡ് ആസ്ക്ഡ് ദ പേജ് ബോയ് ടു കം ആൻഡ് സേ if he wanted to on the telephone when he is forced to keep listening to a bore in the club. ലൂക്കാസ് അക്വൈൻറ്റൻസ് ഹാഡ് ആസ്ക്ഡ് ദ പേജ് ബോയിയോട് ആവശ്യപ്പെടും. എന്ത്? ടു കം ആൻഡ് സേ, വന്ന് പറയാൻ വേണ്ടി. ഹി ഈസ് വാണ്ടഡ് ഓൺ ദ ടെലഫോൺ, അയാൾക്കൊരു ടെലിഫോൺ കോൾ ഉണ്ട്. വെൻ ഹി ഫോഴ്സ്ഡ് ടു കീപ് ലിസണിങ് ടു എ ബോർ ഇൻ എ ക്ലബ്. അങ്ങനെ കൂട്ടുകാരിൽ നിന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ. അല്ലേ, ഫോഴ്സ്ഡ് ടു കീപ് ലിസണിങ് ടു എ ബോർ. അല്ലെ, ഒരു ബോറിനെ ലിസൺ ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് ഓഫ് എ ബോർ? ഒരു ബോറൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് ഓഫ് എ ബോർ ഈസ് ഹിസ് സിംപ്ലിസിറ്റി ദാറ്റ് ഡിസാം. അവൻ്റെ എളിമയുള്ള അഭിനയമാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. അത് കാണുമ്പോൾ മറ്റുള്ളവരതിൽ വീണുപോകും. സെവൻത്ത് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ലൂക്കാസ് ഹൂ ആർ സെൽഡം ബോസ്? ലൂക്കാസിൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ബോറന്മാരാകാൻ പറ്റാത്തത്? അല്ലേ, ഇന്ന ആളുകൾ ബോറന്മാരല്ല എന്ന് നമ്മൾ പറഞ്ഞു. ആരൊക്കെയായിരുന്നത്? ആസ്റ്റിറ്റ്യൂഡ്, ക്രാഫ്റ്റി മെൻ ആൻഡ് വെരി ബ്യൂസി മെൻ ആർ സെൽഡം ബോസ്. വിവേകമുള്ള കൗശലക്കാരും ജോലി തിരക്കുള്ളവരും ഒരിക്കലും ബോറന്മാരാകുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ബട്ടൺ ഹോളിംഗ് ബോർ? ആരാണ് ബട്ടൺ ഹോളിംഗ് ബോർ? ആരാണ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അല്ലേ, ബട്ടൺ ഹോളിംഗ് ബോർ ഈസ് വൺ ഹു കം ടു ക്ലോസ് ടു യു. നിങ്ങളുടെ വളരെ അടുത്തേക്ക് വരുന്ന ആളാണ്, അടുത്ത് നിന്ന് സംസാരിക്കുന്നവരാണ് ബട്ടൺ ഹോളിംഗ് ബോർ. അല്ലേ, എന്തുകൊണ്ടാണ് അവന് ബട്ടൺ ഹോളിംഗ് ബോർ എന്ന് പറയുന്നത്? ഹി ഈസ് വൺ ഹു സ്പ്രെഡ്സ് ബേർഡ് ലൈം ഓൾ ഓവർ യു. നിങ്ങളുടെ മേൽ തുപ്പൽ തെറിപ്പിച്ച് സംസാരിക്കുന്ന ആളാണ് ബട്ടൺ ഹോളിംഗ് ബോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ വീക്കിലി ഹ്യൂമറസ് പേപ്പർ സീസസ് പബ്ലിക്കേഷൻ? നർമ്മമുള്ള ആഴ്ച പതിപ്പിൻ്റെ പ്രകാശനം നിർത്തിയാൽ എന്ത് സംഭവിക്കും? If the weekly humorous paper ceases publication, there would be a decrease in bore topics. ബോറടിപ്പിക്കുന്ന ടോപ്പിക്കുകൾ കുറഞ്ഞു പോകും. അല്ലെ, ആഴ്ച പതിപ്പ് നിർത്തിയാൽ പഞ്ചിന് പറ്റിയതാണെന്നുള്ള ആൾക്കാരുടെ സംസാരവും നിന്നു പോകും. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 2 ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ 3 ഒന്ന് നോക്കാം. ഹൗ ഡു ബോസ് ത്രൈവ് ഓൺ ദ വീക്ക്നെസ് ആൻഡ് ബിനൈനിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ? അല്ലേ, എങ്ങനെയാണ്
ഹൗ ഡു ബോസ് ത്രൈവ് എന്ന് പറഞ്ഞാൽ തഴച്ചു വളരുന്നത് ഓൺ ദ വീക്ക്നെസ് ആൻഡ് ബിനൈനസി ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യൻ്റെ ദയയുള്ള പ്രകൃതി കാരണം ബോറന്മാർ തഴച്ചു വളരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ 2 ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണത് അല്ലേ. ജസ്റ്റ് ഒന്നതൊന്ന് മെൻഷൻ ചെയ്യാം. നോ ബോർ ഈസ് കോൺഷ്യസ് അബൌട്ട് ഹിസ് ബോറിഷ്നെസ്. ഒരാളും തൻ്റെ ബോറടിയിൽ ഒരിക്കലും ബോധമുള്ളവനല്ല. അയാൾക്ക് അയാളുടെ ബോറടിയെക്കുറിച്ച് അറിയുകയില്ല. ഹി തിങ്സെൽഫ് ഹീസ് ആസ് ദ മോസ്റ്റ് കമ്പാനിയബിൾ മാൻ. അവൻ്റെ വിചാരം അവനെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്നാണ്. ഇൻഫാക്റ്റ് എവരിബഡി ഈസ് എ ബോർ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ബോറടിക്കുന്ന ആളുകളാണ്. കാരണം ബിക്കോസ് ദേ ഹാവ് സം ഫിക്സ്ഡ് ഐഡിയ ടു ഇമ്പാർട്ട്. അവർക്കെല്ലാം മറ്റുള്ളവരോട് പറയാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദ ഫിക്സ്ഡ് ഐഡിയാസ് ഓഫ് ദ ഫ്യൂ ആർ ദ ബോർഡംസ് ഓഫ് ദ മെനി. ഇങ്ങനെയുള്ള ഫിക്സ്ഡ് ഐഡിയാസാണ് മറ്റുള്ളവരുടെ ബോറടിയായി മാറുന്നത്. അതേപോലെ തന്നെ ഈഗോട്ടിസം ഈസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ബോസ്. ബോറന്മാരുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈഗോട്ടിസമാണ്. ഹി തിങ്സ് വാട്ട് ഹി മച്ച് ഇൻട്രസ്റ്റഡ് അതേഴ്സ് ആൾസോ. അവൻ്റെ വിചാരം അവനിഷ്ടമുള്ളതെല്ലാം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമെന്നാണ്. അതേപോലെ തന്നെ ബോസ് ആർ ഹാപ്പി. എപ്പോഴും ബോറന്മാർ സന്തോഷവാന്മാരാണ്. കാരണം ദേ ഹാവ് സോ മച്ച് ടു ടെൽ ആൻഡ് ഗെറ്റ് പീപ്പിൾ ടു ലിസൺ ടു ദം. അല്ലേ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനുണ്ടായിരിക്കും. അതെല്ലാം കേൾക്കാൻ അവർക്ക് ആളുകളെയും ലഭിക്കും. ദ ട്രാജഡി ഈസ് ദാറ്റ് ദേ ആൾവേസ് ഫൈൻഡ് ദെയർ ലിസണേഴ്സ്. ഇതിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ ആളുകളുണ്ടായിരിക്കും. വൈ ഈവൻ ദ നൊട്ടോറിയസ് ബോസ് ഫൈൻഡ് ലിസണേഴ്സ്. എന്തുകൊണ്ടാണ് നൊട്ടോറിയസ് ബോസിന് വരെ കുപ്രസിദ്ധമായ ബോറന്മാർക്ക് വരെ ലിസണേഴ്സിനെ ലഭിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യൻ്റെ നന്മയുള്ള ആ ഒരു പ്രകൃതി കൊണ്ടാണ് അല്ലേ. ഒരിക്കലും ഒരാളും പറയുകയില്ല നോബഡി വിൽ സേ പ്ലീസ് ഗോ എവേ യു ബോസ് മീ. അല്ലേ, നീ എന്നെ ബോറടിപ്പിക്കുന്നുണ്ട്, യു ബോർ മീ, ഗോ എവേ എന്ന് ഒരാളും പറയില്ല. ബോസ് ഗിവ്സ് us ഓൺലി 2 ഓപ്ഷൻസ്. അല്ലേ, ബോറന്മാർ നമുക്ക് 2 ഓപ്ഷനാണ് നൽകുന്നത്. ഒന്ന് ലിസൺ ടു ദം ഓർ റൺ അവേ. ഒന്നുകിൽ അവരെ കേൾക്കുക അല്ലെങ്കിൽ ഓടിപ്പോവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഓടിപ്പോവുകയില്ല. നമ്മൾ വി ടെൻ ടു ലിസൺ. അവരെ കേട്ടിരിക്കാൻ നമ്മൾ നിർബന്ധിതരായി മാറും. ഇതാണ് ഇതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ലൂക്കാസ് ഡിസ്ക്രൈബ്സ് ബോസ് ആർ ഹാപ്പി മെൻ ആൻഡ് വേൾഡ്സ് ആക്സിൽ ട്രീസ്. എന്തുകൊണ്ടാണ് ലൂക്കാസ് ബോറന്മാർ സന്തോഷവാന്മാരാണെന്നും അവരാണ് ലോകത്തെ താങ്ങി നിർത്തുന്നതെന്നും പറയാനുള്ള കാരണം? അല്ലേ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതണം. ഈഗോട്ടിസം ഈസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബോസ്. ഹി തിങ്സ് വാട്ട് ഇൻട്രസ്റ്റ് ഹിം മച്ച് ഇൻട്രസ്റ്റ് അതേഴ്സ് ആൾസോ. അവൻ്റെ വിചാരം അവനിഷ്ടമുള്ളതെല്ലാം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുമെന്നാണ്. സംതിങ് ന്യൂ ഈസ് ആൾവേസ് ഹാപ്പനിങ് ഇൻ വിച്ച് ഹീസ് ദ സെൻട്രൽ ഫിഗർ. അവന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ മറ്റുള്ളവരോട് പറയും. അല്ലേ, അതിൽ സെൻട്രൽ ഫിഗർ ആരായിരിക്കും? അവനായിരിക്കും. അല്ലേ, നമ്മൾ ഏത് പാരഗ്രാഫിലാണത് കണ്ടത്? 4ാമത്തെ പാരഗ്രാഫിൽ കണ്ടിട്ടുണ്ട്. അല്ലേ, ഹിംസെൽഫ്, ഹി ടോക്സ് അബൌട്ട് ഹിംസെൽഫ്, ഹിസ് ഹൗസ്, ഹിസ് ഗാർഡൻ, ഹിസ് വൈഫ്, ഹിസ് ചിൽഡ്രൻ. അതുപോലെ തന്നെ ഹിസ് കാർ, ഹിസ് ഹാൻഡിക്യാപ്പ്, ഹിസ് ഹെൽത്ത്, ഹിസ് ആൻസെസ്ട്രി, ദ സ്ട്രേഞ്ച് വേ ഇൻ വിച്ച് പീപ്പിൾ ടെൽ ദം ദെയർ സീക്രട്സ്, and his advice, his humorous way with the waiters, his immunity from the influenza, his travels, his instinct that always take him to good restaurants, his clothes, his dentist, his freedom from old customs, his ideas about best church, what he likes in art, his triumph over taxmen. They think that the world depends on them. അല്ലേ, ഇതൊക്കെ പറയുമ്പോൾ അവൻ്റെ വിചാരം ലോകം മുഴുവനും അവനെ ആശ്രയിച്ചിരിക്കുകയാണ്. ദേ ആർ ദസ് ഹാപ്പി മെൻ ആൻഡ് വേൾഡ്സ് ആക്സിൽ ട്രീസ്. അങ്ങനെ അവൻ വിചാരിക്കുന്നത്. അല്ലേ, അവൻ സന്തോഷവാനാണ്. ഈ ലോകത്തെ മുഴുവനും താങ്ങി നിർത്തുന്നത് അവനുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതെന്നാണ് അവൻ്റെ വിചാരം. ഒരിക്കലും അവൻ അറിയില്ല, അവനില്ലാതെയും ലോകം നാളെ ഇതുപോലെ തന്നെ കടന്നു പോകുന്ന ഒരിക്കലും അവൻ ചിന്തിക്കുന്നില്ല. 3ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റൈൽ ഓഫ് ഇ.വി. ലൂക്കാസ് ബോസ്. ബോസിലെ ലൂക്കാസ് എഴുതിയ ഒരു രീതിയാണ് പറയുന്നത്. അല്ലേ, ദ ലാംഗ്വേജ് ഓഫ് ഇ.വി. ലൂക്കാസ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇറ്റ് ഈസ് കോൺവെർസേഷണൽ. അല്ലേ, വളരെ ലളിതമായൊരു കോൺവെർസേഷണൽ സ്റ്റൈലിലാണ് എഴുതിയത്. അതുപോലെ തന്നെ ഹി ഹാസ് യൂസ്ഡ് സിമ്പിൾ വേർഡ്സ്, ദേ ഹാവ് ഇൻറ്റൻസ് ആൻഡ് ഡീപ്പ് മീനിങ്സ്. അല്ലേ, സിമ്പിൾ വേർഡ്സാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ അതിനൊക്കെ ഡീപ്പ് മീനിങ്സ് ഉണ്ട്. ദർ ഇസ് എ റെപ്പിറ്റേഷൻ ഇൻ ഹിസ് റൈറ്റിംഗ്.
അല്ലേ. അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇൻ ദ ലിസ്റ്റ് ഓഫ് തിങ്സ് ദാറ്റ് ബോസ് ടോക്ക് അബൌട്ട് ഹി ഹാസ് ഇൻക്ലൂഡഡ് ദ വേർഡ് ഹിംസെൽഫ് മെനി ടൈംസ്. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4ാമത്തെ പാരഗ്രാഫിൽ ഹി ഹിംസെൽഫ് എന്നുള്ള ഒരുപാട് കാര്യങ്ങളത് പറഞ്ഞു. ഹി യൂസസ് മെറ്റഫർ കോളിംഗ് ദ ബോസ് ദ വേർഡ് ആക്സിൽ ട്രീസ്. അതുപോലെ തന്നെ മെറ്റഫർ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ബോറന്മാരെ വേൾഡ്സ് ആക്സിൽ ട്രീസ് എന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം. അതേപോലെ തന്നെ ഹ്യൂമർ ഈസ് മെയിൻ എലമെൻറ്റ് ഇൻ ഹിസ് റൈറ്റിംഗ്. ഒരുപാട് ഹ്യൂമറസ് എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണത്? ആ പേജ് ബോയിയെ വിളിക്കുന്നത്, അല്ലേ. അതേപോലെ തന്നെ ദർ ഇസ് എ ഹ്യൂമർ ഇൻ ദ പിയർ ഹു ഹേറ്റ്സ് എ പേഴ്സൺ കേഴ്സസ് ഹിം ബട്ട് ഇൻവൈറ്റ്സ് ഹിം ഫോർ ഡിന്നർ. തൻ്റെ സുഹൃത്തിനെ മനസ്സുകൊണ്ട് ശപിക്കുകയും എന്നിട്ട് ഡിന്നറിന് വിളിക്കുകയും ചെയ്യുന്ന ഒരു പിയറിൻ്റെ കഥ, അല്ലേ. ഇതൊക്കെ വളരെ രസകരമായ കാര്യങ്ങളാണ്, ഹ്യൂമറസ് എലമെൻറ്റ്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് ബോർ ആർ ഡിസ്കസ്ഡ് ഇൻ ലൂക്കാസ് ഇൻ എസ് എ ബോസ്. ബോറന്മാർ എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ബോറന്മാരുടെ വിവിധ ഇനങ്ങൾ ഏതൊക്കെയാണ്, വിവിധ തരങ്ങളായ ബോറന്മാർ ഏതൊക്കെയാണ്. ഇത് നമ്മൾ ഓരോ പാരഗ്രാഫിലും നമ്മൾ ഓരോ സ്ഥലത്ത് ലാസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ടെക്സ്റ്റ് നന്നായി വായിച്ചാൽ തന്നെ എക്സാമിന് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് പറയുന്നില്ലേ, ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഓഫ് ഓൾ ബോസ് ദ വേഴ്സ്റ്റ് വൺ ഈസ് ഹു കം വെരി ക്ലോസ് ടു യു. ബോറന്മാരിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വളരെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. ബൈ കമ്മിങ് ടു ക്ലോസ് ടു യു ഹി വിൽ ബി സ്പ്രെഡിങ് സലൈവ ഓൺ യു. നിങ്ങളുടെ മേലിൽ തുപ്പൽ തെറിപ്പിക്കുന്നവനാണ്, അല്ലേ. എ ബോർ ഹു കീപ്സ് എ റീസണബിൾ ഡിസ്റ്റൻസ് ഈസ് മാനേജിയബിൾ. ഒരാൾ കുറച്ച് അകലെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അയാളെ മാനേജ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ബട്ട് വെൻ ദേ ലീൻ ഓൺ യു, എന്നാൽ അയാൾ നിങ്ങളിൽ ചാരി നിൽക്കുകയാണെങ്കിൽ തിങ്സ് ബിക്കം റിയലി ബാഡ്. കാര്യങ്ങൾ വളരെ മോശമാകും. ദ വേഴ്സ്റ്റ് തിങ് ഈസ് വെൻ ദേ കം ടു ക്ലോസ് ടു യു ആൻഡ് ടെൽ യു എ ഫണ്ണി സ്റ്റോറി ദാറ്റ് ഈസ് നോട്ട് ഫണ്ണി. അതുപോലെ തന്നെ മറ്റൊരു തരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വളരെ അടുത്ത് നിന്ന് വളരെ രസകരമായൊരു കഥ പറഞ്ഞു തരാമെന്ന് പറയും, എന്നിട്ട് ഒട്ടും രസകരമല്ലാത്ത ഒരു കഥയായിരിക്കും പറയുന്നത്. ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ് ടു പ്രിറ്റൻഡ് ലാഫിങ്. അവിടെ ചിരി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ബട്ട് വി ഡു ഇറ്റ് ബിക്കോസ് ഓഫ് അവർ ഹ്യൂമൻ നേച്ചർ. പക്ഷേ അതെല്ലാം നമ്മൾ ചെയ്യും നമ്മളുടെ ദയയുള്ള മനസ്സുകൊണ്ട്. ദെൻ ദർ ഈസ് എ ബോർ ഹു സ്റ്റാർട്ട് ടെല്ലിങ് ഓൺ യു എ ഫണ്ണി സ്റ്റോറി. അതുപോലെ തന്നെ മറ്റൊരു ബോറൻ നിങ്ങളോട് വളരെ രസകരമായൊരു കഥ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് യു സേ യു ഹാവ് ഹേർഡ് ഇറ്റ്. നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്റ്റിൽ ഹി വിൽ കണ്ടിന്യൂ. എന്നാലും അവൻ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദെൻ ദർ ഈസ് എ ബോർ ഹു ആൾവേസ് നത്തിങ് ബട്ട് അൺഫെയിലിംഗ് സെൻസ് ഓഫ് ഹ്യൂമർ സേവ്ഡ് ഹിം. മറ്റൊരാൾ പറയുന്നത് അയാളുടെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കുറിച്ചാണ്. ഇനി മറ്റൊരാൾ പറയുന്നത് ദെൻ ദർ ഈസ് എ അനദർ മാൻ ഹു സേസ് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കാതെ പറയുന്ന മറ്റൊരാളെയും നമുക്ക് കാണാം. ദ ഓതേഴ്സ് ഫാദർ വാസ് ലൈക്ക് ദാറ്റ്. ഓതറിൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇൻഫാക്റ്റ്, അല്ലേ, ചുരുക്കത്തിൽ, അല്ലേ, ഇൻ ഷോർട്ട് വി ഓൾ ആർ ബോർസ് ഇൻ വൺ വേ ഓർ അതർ. നമ്മളെല്ലാവരും ബോറന്മാരാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ദ ഡിഫറൻസ് ഈസ് ഇൻ ഡിഗ്രി. വ്യത്യാസമുള്ളത് നമ്മുടെ ആ ഒരു ഡിഗ്രിയിലാണ്. എത്രത്തോളം ബോറന്മാരാണ് എന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബോറന്മാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും ഭാഗമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, I here to stop my class. Thank you.